എച്ച് കൈവിട്ടു പോകുന്ന കുട്ടികൾക്കുള്ള ഫൈനൽ ഇൻഫർമേഷനാണ്. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ്. നമ്മൾ എച്ച് പഠിപ്പിക്കുമ്പം ആദ്യത്തെ 2 റൗണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ 2 റൗണ്ട് പറഞ്ഞു കൊടുക്കും തന്നെ അവർ പയ്യെ 3ാമത്തെ റൗണ്ട് മുതൽ എടുത്തു തുടങ്ങും. 4ഉം 5ഉം എല്ലാം ക്ലിയർ ആവും. പിന്നെയാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് കയ്യിൽ നിന്ന് പോകുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴും വണ്ടിയെ കൊണ്ട് നിർത്തുമ്പോൾ 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് നിർത്തണം. കൊണ്ട് നിർത്തുമ്പോൾ വണ്ടിയുടെ പുറകുവശം ഏത് കഴിഞ്ഞ് നിൽക്കണം? കമ്പിയൊക്കെ. അപ്പൊ നമ്മൾ കമ്പിയെ കഴിഞ്ഞ് കൊണ്ടുവച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടും. റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറി പോകേണ്ടത് അകത്തോട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പിയെ കാണണം. കണ്ണാടിയിലൂടെ ഈ കമ്പിയെ കാണണം. ഈ കമ്പിയെ കണ്ട് തട്ടൂല എന്ന് തോന്നുമ്പോൾ അകത്തോട്ട് കയറാനുള്ളത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ വണ്ടിയെ കൊണ്ട് നിർത്തി കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ കൊണ്ട് നിർത്തി സൈഡ് മിററിലൂടെ നോക്കുന്നത്. സൈഡ് മിററിലൂടെ നോക്കി കമ്പിയെ നമ്മൾ കണ്ടു. ആദ്യത്തെ പ്രാവശ്യം ഒരു അല്പം മാത്രം റൈറ്റ് തിരിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരല്പം റൈറ്റ് തിരിച്ചു വെച്ചാലേ വണ്ടി നമുക്ക് ആ കമ്പിയിൽ കാണുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുകയുള്ളൂ. ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ കമ്പിയിൽ നിന്ന് നമ്മളെ കണ്ണാടിയിൽ നിന്ന് കമ്പിയെ കാണാതായി. അപ്പൊ ഒരു ശകല റൈറ്റ് തിരിച്ചിട്ട് നമ്മൾ വണ്ടിയെ കൊണ്ടുപോകണം. കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരല്പം കൂടെ ഒന്ന് അടുപ്പിക്കണം. അപ്പൊ 2 പ്രാവശ്യമായി. എന്നിട്ട് ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് നമ്മൾ മുഴുവൻ തിരിക്കണം. ആ മുഴുവൻ തിരിക്കുമ്പം അവസാനത്തെ തിരിപ്പ് ശകലം ബാക്കി വെച്ചോണം. തട്ടൂല്ല നോക്കണം. തട്ടൂല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായി നമുക്ക് ഈ കമ്പിയെ ചേർന്ന് ഇതിനകത്ത് കയറാം. അപ്പൊ ഈ കമ്പിയെ ചേർന്ന് കയറുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കമ്പിയിലൂടെ നമ്മൾ കണ്ണാടിയിൽ നോക്കി കമ്പിയെ നോക്കി തിരിച്ചാൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും സ്റ്റിയറിംഗ് തിരിക്കാൻ നേരത്ത് കണ്ണാടിയിൽ നിന്ന് നോട്ടം എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് നോക്കി അല്ലെങ്കിൽ കുനിഞ്ഞു നോക്കി സ്റ്റിയറിംഗിന് നോക്കി തിരിക്കും. അവർക്ക് ഈ കണ്ണാടിയിൽ നോക്കി എടുക്കുന്ന ഒരു സംഭവം പിടികിട്ടാതെ എച്ച് കറക്റ്റ് ആവില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ലളിതമായി പറയുന്ന കാര്യം ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് നിങ്ങൾ മുഴുവൻ തിരിച്ചു തീരണം. എന്നാലേ ഈ സൈഡ് ചേർന്ന് വരുള്ളൂ. നമ്മൾ ബാക്ക് ടയർ കഴിഞ്ഞാണ് തിരിക്കുന്നെങ്കിൽ വണ്ടി അപ്പുറത്തെ സൈഡ് ചേർന്ന് പോകും. അപ്പുറത്തെ സൈഡ് ചേർന്ന് പോയാലും ഐഡിയ ഉള്ള കുട്ടികൾക്ക് അതിജീവിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചേർന്ന് കഴിഞ്ഞു തട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇടതുവശത്തെ 3ാമത്തെ കമ്പിയാണ്. അപ്പൊ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകത്തോട്ട് കയറി ആ കമ്പിയെ കാണുന്നവരെ വെയിറ്റ് ചെയ്ത് അപ്പോഴേ അവർക്ക് ടെൻഷൻ ആവും. അപ്പോഴവർ ഈ 2ാമത്തെ കമ്പി 3ാമത്തെ കമ്പി 2ാമത്തെ കമ്പിയാണ് സങ്കല്പിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കും. വണ്ടി ഇതിനകത്തോട്ട് കയറും. അപ്പൊ അവിടെയല്ല, വണ്ടി ഇതിനകത്തോട്ട് കയറി വണ്ടി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് ഈ 3ാമത്തെ കമ്പിയെ കണ്ണാടിയിലൂടെ കാണാൻ പറ്റും. അപ്പൊ ഈ കമ്പിയെ കണ്ടാൽ ഉടനെ നമ്മൾ തിരിക്കരുത്. നമ്മൾ കമ്പിയെ കണ്ടിട്ട് അത് തട്ടൂല. നമ്മുടെ ബോഡി, വണ്ടിയുടെ ബോഡി കമ്പിയിൽ തട്ടില്ലെന്ന് ഉറപ്പായാൽ അവിടെ നിങ്ങൾ ഫാസ്റ്റിന് വേഗതയിൽ 2 റൗണ്ട് തിരിച്ചു നിർത്തണം. അപ്പൊ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് വേഗത ഇല്ലെങ്കിൽ ഇത് സക്സസ് ആവില്ല. 2 റൗണ്ടിൽ തിരിച്ചു നിർത്തിയില്ലെങ്കിലും സക്സസ് ആവില്ല. അപ്പൊ ഈ 2 റൗണ്ട് തിരിച്ചു നിർത്തുന്നത് ഏകദേശം ഇവിടെ വെച്ചാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടയർ കമ്പി എത്തുന്നവരെ നമുക്ക് റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ടൈമാണ്. നമ്മൾ റിലാക്സ് ചെയ്ത് നിൽക്കുക. ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു തുടങ്ങുക. തട്ടില്ലെന്ന് തോന്നുമ്പോൾ പൂർണ്ണമായും തിരിക്കുക. അപ്പൊ നമ്മൾ ഈ കമ്പിയിൽ തട്ടാതെ നമ്മൾ ഏകദേശം ഇത്രയും ഡിസ്റ്റൻസിനകത്ത് വണ്ടി ഇതിനകത്ത് കയറി വരും. അതല്ല നമ്മൾ നേരത്തെ തിരിച്ചു പോയാൽ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നേ വരുള്ളൂ. അപ്പോഴിവിടെ ബാക്ക് ലെഫ്റ്റ് സൈഡ് ചേരും. നമ്മൾ റിട്ടേൺ ചെയ്യാൻ താമസിച്ചാൽ ബാക്ക് പോയി തട്ടും. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇതിന്റെ പ്രോപ്പർ വേ. അത് കഴിഞ്ഞ് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഫ്രണ്ട് കമ്പി കഴിഞ്ഞു നിൽക്കണം. മറന്നു പോരുത്. ഫ്രണ്ട് കമ്പിക്കകത്താണെങ്കിൽ ഫെയിലാണ്. അവിടെ നിന്ന് വരുന്നു സെക്കൻഡ് ഫോർവേഡ്. നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് നിർത്തണം. അപ്പൊ ഈ മധ്യഭാഗത്തായിട്ട് നിർത്തേണ്ടത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ കറക്റ്റ് ചെയ്യണം. അല്ലാതെ ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്തേ വണ്ടി ചരിഞ്ഞു. അപ്പൊ അവിടെ നിന്നേ വരുമ്പോൾ വണ്ടി വലതുവശം ചേർന്നാണ് നിൽക്കുന്നത് വിചാരിച്ചോണം. അപ്പൊ വലതുവശം ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയെ കൊണ്ടുവരുമ്പോഴേ തന്നെ ലെഫ്റ്റ് തിരിച്ചു, എത്രയാണോ വരേണ്ടത് അത്രയും വന്നിട്ട് റൈറ്റ് തിരിച്ചു, എന്നിട്ട് ബോഡി ലെവൽ. സ്റ്റിയറിംഗിന്റെ 3 സ്റ്റേജുകൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 2 കമ്പികളുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടു നിർത്തി. അപ്പൊ നിർത്തി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ആ കമ്പിയെ കാണും. ആ കമ്പിയെ കണ്ട് ശ്രദ്ധിച്ചോണം. സ്റ്റിയറിംഗിനെ ഒരു ശകലം മാത്രമേ ലെഫ്റ്റ് തിരിക്കാവൂ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ വണ്ടി ഇങ്ങനെ ചരിഞ്ഞു വരും. ഇങ്ങനെ ചരിഞ്ഞു വന്നിട്ട് ഒരു സ്റ്റേജ് കൂടെ അടുപ്പിക്കണം. എന്നിട്ട് ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പല കുട്ടികളും വണ്ടി എടുക്കുമ്പോൾ തന്നെ സ്റ്റിയറിംഗിനെ ഫുള്ള് ലെഫ്റ്റ് അങ്ങ് തിരിക്കും. യഥാർത്ഥത്തിൽ തിരിക്കുന്ന ടൈം എത്തുമ്പോൾ അവരതിനെ തിരിച്ചു തിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം റോങ് ആയിപ്പോയി. അപ്പൊ എടുക്കുമ്പോൾ ഒരു ശക്കലം മാത്രം ലെഫ്റ്റ് ഒന്ന് അനക്കി വയ്ക്കുക. ലെഫ്റ്റിലോട്ട് ചെറിയ ചരിവ് കൊണ്ടുവരിക. സെക്കൻഡ് സ്റ്റേജ് തിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് തിരിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയി. അപ്പൊ ഇവിടെ തട്ടിലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ അപ്പുറത്തെ സൈഡ് നോക്കണം. അപ്പോൾ വലതുവശത്തെ കണ്ണാടിയിലൂടെ 3ാമത്തെ കമ്പിയെ കാണും. കമ്പിയെ കണ്ട ഉടനെ തിരിക്കരുത്.
നമ്മുടെ വണ്ടിയിൽ ആ കമ്പി തട്ടൂല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ബോഡി കമ്പി തട്ടില്ല, നമുക്ക് മനസ്സിലായി. അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് 2 റൗണ്ട് തിരിച്ചു നിർത്തണം, പിന്നെ അനക്കരുത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഈ ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് ഏകദേശം ഇവിടെ എത്തുമ്പോൾ തിരിച്ചാൽ മതി. ആ തിരിക്കുമ്പം കമ്പിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം തട്ടുമോ എന്ന് ഫൈനൽ ഉറപ്പാക്കിയിട്ടേ മുഴുവൻ തിരിക്കാവും. അതുവരെ 3/4 ഭാഗം തിരിച്ച് ശകലം ബാക്കി വയ്ക്കണം. അപ്പൊ ഈ നമ്മളിപ്പോ എച്ചെടുക്കുന്നത് കണ്ണാടിയിലൂടെ സൈഡ് മിററിലൂടെ നോക്കിയാണ്. അപ്പൊ ഇത് നമ്മൾ എച്ച് പാസ്സാവാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു മെത്തേഡല്ല. നാളെ നമ്മളെ വണ്ടി ഒരു കാർ ഷെഡിനകത്തോട് കയറ്റുമ്പോൾ നമ്മൾ അപ്പോഴെടുക്കുന്നത് കണ്ണാടിയിലൂടെ നോക്കിയാണ്, എല്ലാം കണ്ണാടിയിലൂടെ നോക്കിയാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അറിയാം, ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്ക് സൈഡ് മിററിൽ നോക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെയുള്ള പലരും വാഹനത്തിന്റെ സൈഡ് മിററിൽ മടക്കി വെച്ച് ഓടിക്കുന്നത് കാണാൻ പറ്റും. അത് അവർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പിടികിട്ടി കഴിഞ്ഞാൽ എവിടെ ഏത് സ്ഥലത്ത് എച്ചിന്റെ ട്രാക്ക് അടിച്ചാലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യം വളരെ ശ്രദ്ധിക്കുക. ഇത് ഫൈനൽ ഇൻഫർമേഷനാണ്. ഏതെങ്കിലും കുട്ടികൾക്ക് എച്ച് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ എച്ച് എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അനുസരിച്ച് ചെയ്യുക, സംഭവം സക്സസ് ആവും.